പ്രിയപ്പെട്ട കൂട്ടുകാർക്കും 11ാം ക്ലാസ്സിൻ്റെ 4ാമത്തെ പാഠത്തിൻ്റെ 2ാമത്തെ സെഷനിലേക്ക് ഏറ്റവും സ്നേഹം നിറഞ്ഞ സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ യേശുക്രിസ്തുവിൻ്റെ വ്യക്തിത്വം എൻ്റെ ജീവിതത്തിലേക്ക് എങ്ങനെ കൊണ്ടുവരാം, ക്രിസ്തുവിൻ്റെ വ്യക്തിത്വത്തിൽ എങ്ങനെ നമുക്ക് വളരാം എന്നതിനെക്കുറിച്ചൊക്കെ കാണുകയുണ്ടായി. എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. കാരണം ഞാൻ കഴിഞ്ഞ ആഴ്ച നിങ്ങൾക്ക് നൽകിയ ഹോംവർക്കിൽ ക്രിസ്തുവിൻ്റെ വ്യക്തിത്വത്തിൽ നിങ്ങൾ വളരുന്നതിനെക്കുറിച്ച് നിങ്ങൾ എനിക്ക് അയച്ചു തന്ന നിങ്ങളുടെ ടീച്ചേഴ്സ് വഴി എനിക്ക് ലഭിച്ച നോട്ടുകൾ കണ്ടപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. കാരണം ക്രിസ്തീയ വ്യക്തിത്വത്തിൽ വളരുന്ന നല്ല മിടുക്കരായ കുട്ടികളാണ് എൻ്റെ ഈ ക്ലാസ് ശ്രവിക്കുന്നതെന്ന് അറിയാൻ കഴിഞ്ഞു. ഒരുപാട് സന്തോഷമുണ്ട്. നമ്മൾക്ക് ഇന്ന് 4ാം പാഠത്തിൻ്റെ 2ാമത്തെ സെഷനിലേക്ക് കടക്കാം. ക്രിസ്തീയ വ്യക്തിത്വത്തിൽ വളരുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം എന്തൊക്കെ കാര്യങ്ങളാണ് ജീവിതത്തിൽ അറിയേണ്ടത്, പ്രാവർത്തികമാക്കേണ്ടത് എന്നൊക്കെ നമ്മൾ ഇന്ന് കാണാൻ വേണ്ടി പോവുകയാണ്. എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കുന്നെന്ന് ഞാൻ വിചാരിക്കുന്നു. നമുക്ക് ഒരു നിമിഷം എണീറ്റ് നിന്ന് അല്പം പ്രാർത്ഥിച്ചതിന് ശേഷം ഈ ക്ലാസ്സിലേക്ക് കടക്കാം. എല്ലാവരും ഒന്ന് എണീറ്റ് നിൽക്കാമോ? കണ്ണുകൾ അടച്ചേ. രക്ഷകനായ ഈശോയെ, ഞങ്ങളുടെ ഇടയിലേക്ക് എന്നും കടന്നു വന്നുകൊണ്ട് രക്ഷയുടെ മാർഗം നൽകിക്കൊണ്ട് ഈശോയെ അങ്ങ് ഞങ്ങളുടെ കൂടെ വസിക്കുകയാണല്ലോ. ഇന്നത്തെ ഈ ദിവസം ഞങ്ങൾക്ക് തന്നതിനെ ഓർത്ത് അങ്ങേക്ക് നന്ദി പറയുന്നു. ഈശോയെ, ഈശോയുടെ വ്യക്തിത്വത്തിൽ വളരുവാൻ ഈ കുട്ടികൾക്കെല്ലാം ഇടം നൽകണമേ. അങ്ങയുടെ വ്യക്തിത്വത്തിൻ്റെ സവിശേഷതകൾ ജീവിതത്തിൽ പഠിച്ചുകൊണ്ട് നല്ലൊരു ക്രിസ്തുവായി ജീവിക്കുവാൻ ഞങ്ങളെ ഏവരെയും അനുഗ്രഹിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. പ്രിയപ്പെട്ട കുട്ടികളെ, കഴിഞ്ഞ ദിവസം നമ്മൾ ക്രിസ്തുവിനെ പോലെ തന്നെ ജീവിച്ച് ക്രിസ്തുവിനെ പോലെ തന്നെ വളർന്ന് ലോകത്തിലെ ഏറ്റവും നല്ല പ്രഗത്ഭയായ ഒരു വ്യക്തിയെ കുറിച്ച് നമ്മൾ കണ്ടു അല്ലേ? പഠനങ്ങളൊക്കെ സാക്ഷ്യപ്പെടുത്തിയ മദർ തെരേസയുടെ ജീവിതം നമ്മൾ കണ്ടു. എന്തൊക്കെയായിരുന്നു മദർ തെരേസയുടെ ജീവിതത്തിൽ ആ അമ്മ യേശുവിൻ്റെ വ്യക്തിത്വത്തിൽ നിന്ന് എങ്ങനെയാണ് ജീവിച്ചതെന്ന് നമ്മളെല്ലാവരും കാണുകയുണ്ടായി. ഒന്ന് നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച കാര്യങ്ങൾ അയവിറക്കുകയാണെങ്കിൽ, ഒന്നാമതായി സുവിശേഷങ്ങളിൽ ജീവിച്ച ഈശോയെ സ്വന്തം ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാൻ മദർ തെരേസയ്ക്ക് കഴിഞ്ഞു എന്നുള്ളതാണ്. 2, പിതാവിൻ്റെ പ്രിയപുത്രയായി പിതാവിനെ പോലെ തന്നെ അവിടുത്തെ പ്രിയപുത്രനെ അനുകരിച്ചുകൊണ്ട് ജീവിക്കുവാൻ മദർ തെരേസയ്ക്ക് കഴിഞ്ഞു എന്നതാണ്. 3, സമഗ്ര വിമോചനത്തിന് വേണ്ടി, ലോകം മുഴുവനുള്ള വിമോചനത്തിന് വേണ്ടി ക്രിസ്തു പ്രവർത്തിച്ചതുപോലെ തന്നെ നമ്മളുടെ ഇടയിൽ നമ്മളായിരിക്കുന്ന അവസ്ഥയിൽ സമഗ്ര വിമോചകനായി പ്രവർത്തിക്കുവാൻ മദർ തെരേസയ്ക്ക് സാധിച്ചു. പാപികളെ സ്നേഹിക്കുകയുണ്ടായി, തിന്മയ്ക്കെതിരെ പോരാടുകയുണ്ടായി, ദരിദ്രരെ സ്നേഹിച്ചുകൊണ്ട് ശാന്തശീലയായി ക്ഷമയോടുകൂടി കരുണാമയനായ ഈശോയെ ധ്യാനിച്ചുകൊണ്ട് കരുണാമയനായ ഈശോനെ പോലെ സമൂഹത്തിൽ പ്രവർത്തിച്ചതുകൊണ്ടാണ് ഏറ്റവും നല്ല ക്രിസ്തീയ വ്യക്തിത്വത്തിന് മാതൃകയായി മദർ തെരേസ മാറിയത്. നിങ്ങൾ കഴിഞ്ഞ ആഴ്ച പറയുകയുണ്ടായി എങ്ങനെ ക്രിസ്തീയ വ്യക്തിത്വത്തിൽ നമുക്ക് വളരാം എന്നതിനെക്കുറിച്ച്. ഇന്ന് നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത് ക്രിസ്തീയ വ്യക്തിത്വത്തിൻ്റെ കുറേ തലങ്ങളുണ്ട്. ആ തലങ്ങളെക്കുറിച്ച് നമ്മൾ കാണാൻ വേണ്ടി പോവുകയാണ്. ഒന്നാമതായി ഈ ക്രിസ്തീയ വ്യക്തിത്വത്തിൻ്റെ തലങ്ങളിലേക്ക് പോകുമ്പോൾ സാറിൻ്റെ മനസ്സിലേക്ക് ഓർമ്മ വന്ന ഒരു കോട്ട് പറഞ്ഞുകൊള്ളട്ടെ. യുവർ അപ്പിയറൻസ് ക്യാൻ ക്യാച്ച് എനി വൺസ് അറ്റൻഷൻ. ശരിയല്ലേ? നമ്മളുടെ വ്യത്യസ്തമായ അപ്പിയറൻസ് കൊണ്ട് ബാക്കിയുള്ളവരുടെയൊക്കെ മുൻപിൽ ഷൈൻ ചെയ്യുന്നവരാണ് അല്ലേ? നമ്മൾ നല്ല ഡ്രസ്സൊക്കെ ഇട്ട് പോകുമ്പോൾ സ്കൂളിൽ കുട്ടികളൊക്കെ പറയും യു ലുക്ക് സോ നൈസ്, വളരെ നന്നായിട്ടുണ്ട് അല്ലേ? ചില ദിവസം നമ്മൾ പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് വ്യത്യസ്തമായ രീതിയിൽ ഡ്രസ്സ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ഹെയർ സ്റ്റൈലുള്ള ഒരാളെ കാണുമ്പോൾ നമ്മൾ പറയും എന്താണ്, നല്ല ഒരു പേഴ്സണാലിറ്റി ആണല്ലോ, നല്ലൊരു അറ്റൻഷൻ നമ്മൾ അവർക്ക് കൊടുക്കും അല്ലേ? പക്ഷേ യുവർ അപ്പിയറൻസ് ക്യാൻ ക്യാച്ച് എനി വൺസ് അറ്റൻഷൻ, ബട്ട് ഇറ്റ്സ് യുവർ പേഴ്സണാലിറ്റി ദാറ്റ് മേക്സ് ദം സ്റ്റേ വിത്ത് യു. നിങ്ങളുടെ വ്യക്തിത്വമാണ്, നിങ്ങളുടെ പേഴ്സണാലിറ്റിയാണ് അവരെ നിങ്ങളിലേക്ക് ആകർഷിക്കുന്നതും നിങ്ങളുടെ കൂടെ എന്നും വസിക്കുവാൻ അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ ആയിരിക്കുവാൻ അവരെ പ്രചോദിപ്പിക്കുന്നതും. അപ്പോൾ ഒരു വ്യക്തിക്ക് ഫിസിക്കലായിട്ടുള്ള അപ്പിയറൻസ് കൊണ്ട് അവരുടെ അറ്റൻഷൻ നമ്മളിലേക്ക് ആകർഷിക്കുവാൻ സാധിക്കും. പക്ഷേ
അവർ നമ്മളുടെ ഉള്ളിൽ വസിക്കണമെങ്കിൽ, അവർ നമ്മളിലേക്ക് ഇറങ്ങിച്ചെല്ലണമെങ്കിൽ അത് നമ്മളുടെ പേഴ്സണാലിറ്റിയാണ്, നമ്മളുടെ വ്യക്തിത്വമാണ് അവർ തീരുമാനിക്കുന്നത്. നമ്മൾ എങ്ങനെയുള്ള ആളുകളാണെന്ന് ആശ്രയിച്ചിരിക്കും. അതുകൊണ്ട് തന്നെ വ്യക്തിത്വത്തിൻ്റെ തലങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണെന്ന് ഞാൻ വിചാരിക്കുകയാണ്. വ്യക്തിത്വത്തിന് പ്രധാനമായിട്ടും 3 തലങ്ങളുണ്ട്: ശാരീരികവും, സിദ്ധിപരവും, ആത്മീയവുമായ തലങ്ങൾ. അതിനെക്കുറിച്ച് നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത്. അപ്പം വ്യക്തിത്വത്തിൻ്റെ 3 തലങ്ങൾ ഏതൊക്കെയാണ്? 1 ശാരീരികം, 2 സിദ്ധിപരം, 3 ആത്മീയം. ഈ 3 തലങ്ങളാണ് വ്യക്തിത്വത്തിന് നിർവചനമായിട്ട് നമുക്ക് കൊടുക്കാൻ വേണ്ടി പോകുന്നത്. വ്യക്തിത്വത്തിൻ്റെ ശാരീരിക തലമാണ് ഒന്നാമത്തേത്. നമുക്ക് ദൈവം ദാനമായി നൽകിയിരിക്കുന്ന ശരീരത്തിൻ്റെ രൂപം, നിറം, വലിപ്പം, ഉയരം എന്നിവ വ്യക്തിത്വത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ്. എന്നാൽ വ്യക്തിത്വം ഇതിൽ മാത്രം ഒതുങ്ങുന്നില്ല. പല കുട്ടികളും പല ക്ലാസ് എടുക്കാൻ പോയ സമയത്ത് എന്നോട് പറഞ്ഞിട്ടുണ്ട്, സാറേ എൻ്റെ കളറ് ഇതല്ലേ, അതുകൊണ്ട് ആൾക്കാരൊന്നും എന്നെ മൈൻഡ് ചെയ്യുന്നില്ല. ഞാൻ അല്പം കറുത്തതല്ലേ, അല്ലെങ്കിൽ ഞാൻ അല്പം ഉയരം കുറഞ്ഞ ആളല്ലേ, എൻ്റെ പല്ല് കണ്ടോ ഒരുപാട് പൊങ്ങിയിട്ടാണ്, ആളുകളൊന്നും എന്നെ ശ്രദ്ധിക്കുന്നില്ല അല്ലേ. പക്ഷേ പല ആളുകളും വളരെ നല്ല കളറുള്ള, വളരെ നല്ല പൊക്കമുള്ള, വളരെ ഫിറ്റായിട്ടുള്ള ബോഡിയുള്ള, വളരെ നല്ല ഫെയർ ആയിട്ടുള്ള കളറുള്ള ആളുകളെയൊക്കെ കാണുമ്പം ഒരുപാട് പേര് അവരെ ആകർഷിക്കുന്നു. വ്യക്തിത്വത്തിൻ്റെ ഒറ്റ തലം മാത്രമാണ് ശാരീരികമായിട്ടുള്ളത്. ഇനിയും ഇത് ഒരിക്കലും പ്രധാനപ്പെട്ട ഒരു തലമല്ല എന്നതാണ് നമ്മൾ കാണാൻ വേണ്ടി സാധിക്കുന്നത്. രണ്ടാമത്തെ തലം ഏതാ നമുക്ക് കാണാം? വ്യക്തിത്വത്തിൻ്റെ സിദ്ധിപരമായ തലം അല്ലേ. ഓരോരുത്തർക്കും ഒരുപാട് കഴിവുകളുണ്ട്. ഒരു വ്യക്തിയുടെ ബുദ്ധിപരവും കലാപരവുമായ കഴിവുകളാണ് സിദ്ധിപരമായ തലത്തിൽ നമുക്ക് നിർവചിക്കാൻ വേണ്ടി സാധിക്കുന്നത്. സിദ്ധികൾ എല്ലാ കഴിവുകളും ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. ജന്മനാ കിട്ടുന്ന കഴിവുകളുണ്ട്, പരിശീലനം കൊണ്ട് ആർജിച്ചെടുക്കുന്ന ഒരുപാട് കഴിവുകളുണ്ട് അല്ലേ. ചില ക്വാളിറ്റീസ് ഒക്കെ നമ്മൾ നിത്യജീവിതത്തിലൂടെ പരിശീലനത്തിലൂടെ ആർജിച്ചെടുക്കുന്നതാണ്. ചില കാര്യങ്ങളൊക്കെ നമുക്ക് ജന്മന ലഭിക്കുന്ന കുറേ കഴിവുകളുണ്ട്. ഒരു വ്യക്തിക്ക് അവരുടെ കഴിവുകളെക്കുറിച്ച് നല്ലൊരു ബോധ്യമുണ്ടായിരിക്കുക ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. സിദ്ധിപരമായ ഈ കഴിവുകൾ, സിദ്ധിപരമായ ഈ പേഴ്സണാലിറ്റിയുടെ രണ്ടാമത്തെ തലത്തിൽ നിങ്ങൾ അറിയേണ്ട കാര്യം നമ്മളുടെ കഴിവുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നല്ല അറിവുണ്ടായിരിക്കണം. മൂന്നാമത്തെ തലം എന്ന് പറയുന്നത് മൂല്യങ്ങളുടെ തലമാണ്. ഈ 2 തലമുണ്ടെങ്കിലും ടെമ്പററി ആയിട്ട് നമ്മൾക്ക് മറ്റുള്ളവരെ ആകർഷിക്കാൻ സാധിക്കും, താൽക്കാലികമായി മറ്റുള്ളവരെ ആകർഷിക്കാൻ സാധിക്കും. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, പെർമനൻ്റ് ആയിട്ട് സ്ഥിരമായിട്ട് ഒരു വ്യക്തിയെ നമ്മളിലേക്ക് ആകർഷിക്കണമെങ്കിൽ അത് മൂന്നാമത്തെ തലം വേണം. അത് എന്താണ്? മൂല്യങ്ങളുടെ തലമാണ്. ആർക്കെങ്കിലും പറയാമോ എന്തൊക്കെയാണ് മൂല്യങ്ങളുള്ളതെന്ന്? ഒരുപാട് മൂല്യങ്ങൾ നമുക്കറിയാലോ. വ്യക്തിത്വത്തിൻ്റെ കുറച്ച് മൂല്യങ്ങളെക്കുറിച്ച് പറയാമോ? വ്യക്തിത്വത്തിൻ്റെ ആത്മീയ തലത്തിൽ സ്നേഹം, നീതി, അനുകമ്പ, ഉത്തരവാദിത്ത ബോധം, ആത്മാർത്ഥത, സത്യസന്ധത തുടങ്ങിയ ചില സ്വഭാവ മൂല്യങ്ങൾ വ്യക്തിയുടെയും സമൂഹത്തിൻ്റെയും സുസ്ഥിതിക്ക് അനിവാര്യമാണ്, ആവശ്യമാണ്. ഈ മൂല്യങ്ങൾക്കൊപ്പം വ്യക്തിപരമായ മൂല്യങ്ങളും കൃത്യനിഷ്ഠ, ലാളിത്യം, ശുചിത്വം മുതലായ വ്യക്തിപരമായ മൂല്യങ്ങളും ഇവയൊക്കെ നമ്മളുടെ ജീവിതത്തിലേക്ക് നമ്മൾ ആർജിച്ചെടുക്കണം. ശത്രു സ്നേഹം, ക്ഷമാശീലം, ത്യാഗമനോഭാവം, വിശുദ്ധി തുടങ്ങിയ പ്രധാനപ്പെട്ട മതാത്മകമായ മൂല്യങ്ങളും നമ്മളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരണം. അപ്പോൾ ഏതൊക്കെയാണ് ഒന്നും കൂടെ നിങ്ങൾക്ക് പറയാം. സത്യസന്ധത, ആത്മാർത്ഥത, ഉത്തരവാദിത്ത ബോധം, അനുകമ്പ, നീതി, സ്നേഹം മുതലായ സ്വാഭാവിക മൂല്യങ്ങൾ നമ്മളുടെ ജീവിതത്തിൽ കൊണ്ടുവരണം. അതുപോലെ തന്നെ എന്താണ് മതാത്മകമായ മൂല്യങ്ങൾ ഏതൊക്കെയാണ് സാറ് പറഞ്ഞേ? കൃത്യനിഷ്ഠത, ലാളിത്യം, ശുചിത്വം എന്നീ വ്യക്തിപരമായ മൂല്യങ്ങൾ നമ്മളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരണം. ശത്രു സ്നേഹം, ക്ഷമാശീലം, ത്യാഗമനോഭാവം, വിശുദ്ധി തുടങ്ങിയ പ്രധാനപ്പെട്ട മതാത്മക മൂല്യങ്ങളും നമ്മളുടെ ജീവിതത്തിലേക്ക് കൊണ്ട് എന്നാൽ മാത്രമേ നമ്മളുടെ വ്യക്തിത്വം പരിപൂർണമാകുകയുള്ളൂ. മേൽപ്പറഞ്ഞ എല്ലാ ഘടകങ്ങളെയും അല്ലെങ്കിൽ ഇതിനു മുന്നേ നമ്മൾ കണ്ട എല്ലാ ഘടകങ്ങളെയും പ്രവർത്തനക്ഷമമാക്കുന്നത് ഒരുവൻ്റെ ആഗ്രഹങ്ങളും ലക്ഷ്യങ്ങളുമാണ്. ഇതൊക്കെ പ്രവർത്തിക്കണമെങ്കിൽ നമ്മൾക്ക് ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടായിരിക്കണം, ലക്ഷ്യങ്ങൾ ഉണ്ടായിരിക്കണം. ജീവിതത്തിന് വ്യക്തമായ ലക്ഷ്യം വേണം, ഒപ്പം തന്നെ അവ നേടുവാനുള്ള ആഗ്രഹവും. ഇപ്പം നിങ്ങളെല്ലാവരും 11ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. 12ാം ക്ലാസ്സിൽ കഴിഞ്ഞ് ഏത് മേഖലയിലേക്ക് പോകണം, ആരായിത്തീരണമെന്നുള്ള വ്യക്തമായ ലക്ഷ്യം നിങ്ങൾക്കെല്ലാം ഉണ്ടായിരിക്കാം അല്ലേ. മൂല്യങ്ങൾ കാത്തു സൂക്ഷിച്ചുകൊണ്ട് വ്യക്തിത്വം ഏറ്റവും മികച്ചതാക്കണമെങ്കിൽ നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കണം. ഇന്ന് നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത് ക്രിസ്തീയ വ്യക്തിത്വമാണ്. ക്രിസ്തീയ വ്യക്തിത്വം പ്രധാനമായും ആത്മീയ തലങ്ങളിലുള്ളതാണ്. 3 മൂല്യങ്ങളെക്കുറിച്ച് നമ്മൾ പറഞ്ഞായിരുന്നു അല്ലേ. ആത്മീയ തലങ്ങളിലുള്ളതാണ്, അല്ലെങ്കിൽ ആത്മീയ തലത്തിൽ അടിയുറച്ചതാണ് ക്രിസ്തീയ വ്യക്തിത്വം. ക്രിസ്തീയ വ്യക്തിത്വത്തിൽ ഒരാൾ വളരുകയെന്ന് പറഞ്ഞാൽ
ക്രിസ്തുവിൻ്റെ ജീവിത ദർശനവും മനോഭാവവും ജീവിതശൈലിയും സ്വന്തമാക്കി വളരുക എന്നാണ്. അപ്പം ക്രിസ്ത്യാനി എന്ന നിലയിൽ ആദ്യം നമുക്ക് വേണ്ട വ്യക്തിത്വം ഏതാണ്? ക്രിസ്തീയ വ്യക്തിത്വം. അപ്പോൾ എന്ത് ചെയ്യണം? ക്രിസ്തീയ മൂല്യങ്ങളിൽ അടിയുറച്ച് വളർന്നാൽ മാത്രമേ ക്രിസ്തീയ വ്യക്തിത്വം നമ്മൾക്ക് ജീവിതത്തിൽ ലഭിക്കുകയുള്ളൂ. അവിടുന്ന് സ്നേഹത്തിൻ്റെയും അവതാരമായിരുന്നു. സ്നേഹം മറ്റുള്ളവരിലേക്ക്, ലോകത്തിലേക്ക് കൊണ്ടുവന്ന സ്നേഹത്തിൻ്റെ അവതാരമായിരുന്നു. ഈ മൂല്യങ്ങൾ നമ്മൾ കാത്തു സൂക്ഷിക്കണം. അവിടുത്തെ സ്നേഹം സകല മനുഷ്യരെയും ആശ്ലേഷിക്കുന്നതായിരുന്നു. ഈശോയുടെ വ്യക്തി സ്നേഹം പിന്തുടർന്നുകൊണ്ട് സർവ്വ മനുഷ്യരെയും സ്നേഹിക്കാൻ ശീലിച്ച അനേകം വിശുദ്ധാത്മാക്കളെയും മഹാത്മാക്കളെയും സഭാചരിത്രത്തിൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഈശോയുടെ സ്നേഹത്തിലാണ് ഇവരൊക്കെ വളർന്നത്. അതുകൊണ്ട് തന്നെ അവർ പറഞ്ഞു വെക്കുന്ന കാര്യം, ഒരു ക്രിസ്ത്യാനി എന്ന നിലയിൽ നമ്മൾ വളരേണ്ടത് ക്രിസ്തീയ വ്യക്തിത്വത്തിലാണ്. ക്രിസ്തീയ വ്യക്തിത്വം എന്ന് പറയുന്നത് സ്നേഹത്തിൽ വളരുവാനും ക്രിസ്തു കാണിച്ചു തന്ന മാർഗങ്ങൾ പിന്തുടരുവാനുമുള്ള ഒരു ശക്തി നമ്മൾക്ക് ലഭിക്കുമ്പോഴാണ് ക്രിസ്തീയ വ്യക്തിത്വം നമ്മളിലേക്ക് വളരുന്നത്. നസ്രായനായ ഈശോ ഇന്ന് ജീവിച്ചിരുന്നുവെങ്കിൽ ഞാൻ അദ്ദേഹത്തിൻ്റെ പാദങ്ങൾ കഴുകുമായിരുന്നു, കണ്ണീര് കൊണ്ടല്ല, എൻ്റെ ഹൃദയ രക്തം കൊണ്ട് എന്ന് പറയുമ്പോൾ പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമുക്കറിയാം യേശു പഠിപ്പിച്ച കാര്യങ്ങൾ എത്രമാത്രം ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്നു, ജനങ്ങളുടെ മനസ്സിലേക്ക് പതിച്ചു എന്ന് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ക്രിസ്തീയ വ്യക്തിത്വം ക്രിസ്തുവിൽ കേന്ദ്രീകൃതമായ ഒരു വ്യക്തിത്വമാണ്. ക്രിസ്തുവിൻ്റെ വചനങ്ങളും അവിടുത്തെ മനോഭാവവും സ്വന്തമാക്കി ജീവിക്കുന്ന വഴിയാണ് ക്രിസ്തീയ വ്യക്തിത്വം ഒരുവനിലേക്ക് കടന്നു വരുന്നത്. നമുക്ക് ക്രിസ്തീയ വ്യക്തിത്വത്തിൽ വളരുവാൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും? പറയാമോ? നല്ല കാര്യങ്ങൾ ചെയ്യണം, സ്നേഹിക്കണം, മതബോധനം നടത്തണം, പിന്നെ സുവിശേഷ പ്രവർത്തനം. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. പക്ഷേ ക്രിസ്തീയ വ്യക്തിത്വത്തിൽ വളർന്നു വരുവാൻ ഇത് മാത്രമല്ല. ഒന്നാമതായി ക്രിസ്തീയ അവബോധം സ്വന്തമാക്കുക എന്നുള്ളതാണ്. ഒരു വ്യക്തിയെ അവൻ്റെ വ്യക്തിത്വ വളർച്ചയിലേക്ക് നയിക്കുന്ന പ്രധാനപ്പെട്ട ഘടകം ആത്മ അവബോധമാണ്. എന്ന് വെച്ചാൽ സെൽഫ് അവെയർനെസ്. താൻ ആരാണെന്നും തൻ്റെ ജീവിത ലക്ഷ്യം എന്താണെന്നും അത് നേടുവാനുള്ള വഴികൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നല്ലൊരു ബോധം ഉണ്ടായിരിക്കുക എന്നതാണ്. ക്രിസ്തീയ അവബോധം സ്വന്തമാക്കുക എന്ന് പറയുമ്പോൾ ക്രിസ്തു ആരായിരുന്നു, ക്രിസ്തു എങ്ങനെയാണ് ജീവിച്ചത്, യേശു ക്രിസ്തുവിൽ എങ്ങനെ വളരാം, യേശു ക്രിസ്തുവിനെ എങ്ങനെ മാതൃകയാക്കാം, യേശു ക്രിസ്തു പഠിപ്പിച്ച കാര്യങ്ങൾ എങ്ങനെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാം എന്നൊക്കെയുള്ള ഒരു അവബോധം നമ്മളിലേക്ക് കൊണ്ടുവരിക എന്നതാണ്. രണ്ടാമതായി നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത് ഈശോയുടെ മാതൃക അനുകരിക്കുക എന്നതാണ്. ഈശോ ഒരുപാട് മാതൃകകൾ നമ്മൾക്ക് കാണിച്ചു തന്നല്ലേ. ആ മാതൃകകൾ അനുകരിച്ചാൽ മാത്രമേ ക്രിസ്തീയ വ്യക്തിത്വത്തിൽ വളരാൻ വേണ്ടി നമുക്ക് സാധിക്കത്തുള്ളൂ. ദൈവത്തിൻ്റെ പരിപൂർണ പ്രതിച്ഛായയും പ്രതിരൂപവുമാണ് ഈശോ. നമ്മൾ ആദ്യത്തെ പാഠത്തിൽ കണ്ടതാണ്. ദൈവത്തിൻ്റെ പരിപൂർണ പ്രതിച്ഛായയും പ്രതിരൂപവുമാണ് ഈശോ. അവിടുത്തെ വ്യക്തിത്വം ജ്ഞാനത്തിലും പ്രായത്തിലും വിശുദ്ധിയിലും വളർന്ന് പക്വത പ്രാപിച്ചതായിരുന്നു അല്ലേ. ഈശോ ജ്ഞാനത്തിലും പ്രായത്തിലും വളർന്നു എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ജ്ഞാനത്തിലും പ്രായത്തിലും വിശുദ്ധിയിലും വളർന്ന പക്വത പ്രാപിച്ച ഒരു വ്യക്തിത്വമായിരുന്നു ഈശോയുടെ. ഈശോയെ അനുകരിച്ച് ജീവിക്കുന്നതിന് ദൈവശക്തി നമുക്ക് ആവശ്യമാണ്. അതിനുവേണ്ടി എന്ത് ചെയ്യണം? നമ്മൾ ഒരുപാട് പ്രാർത്ഥിക്കണം. ഈ ശക്തി നമുക്ക് നൽകുന്ന പ്രധാനപ്പെട്ട ഘടകങ്ങളാണ് പ്രാർത്ഥനയും കൗദാശിക ജീവിതവുമൊക്കെ. എല്ലാ കൂദാശകളും സ്വീകരിച്ചുകൊണ്ട് നല്ല പ്രാർത്ഥനയിലായിരിക്കുവാൻ നമുക്ക് സാധിച്ചാൽ ഈശോയെ നമുക്ക് നന്നായിട്ട് മാതൃകയാക്കാൻ വേണ്ടി സാധിക്കുകയാണ്. ഇനി അടുത്തതായി മൂന്നാമതായി നമ്മൾ കാണാൻ വേണ്ടി സാധിക്കുന്നത്, ക്രിസ്തീയ വ്യക്തിത്വത്തിൽ വളരണമെങ്കിൽ വിശുദ്ധരുടെ പാത പിന്തുടരണം അല്ലേ. വിശുദ്ധരാരൊക്കെയാണെന്ന് നമുക്കറിയാം. ഒരുപാട് വിശുദ്ധന്മാർ നമ്മൾക്കുണ്ട്. ക്രിസ്തുവിൻ്റെ വ്യക്തിത്വത്തിലേക്ക് പടിപടിയായി വളർന്നെത്തിയ ധാരാളം വിശുദ്ധാത്മാക്കൾ സഭാചരിത്രത്തിൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അവരെല്ലാം ക്രിസ്തീയ വ്യക്തിത്വ രൂപീകരണം പ്രായോഗികമാണെന്ന് നമ്മെ ബോധ്യപ്പെടുത്തുകയാണ് അല്ലേ. മദർ തെരേസയുടെ കാര്യം നമ്മൾ ഈ പാഠത്തിൻ്റെ ആദ്യം കണ്ടു. മദർ തെരേസയ്ക്ക് യേശുവിനെ അനുകരിക്കാൻ സാധിച്ചുവെങ്കിൽ ഒരു ക്രിസ്ത്യാനി എന്ന നിലയിൽ എന്തുകൊണ്ട് എനിക്കും നിങ്ങൾക്കും യേശുവിനെ അനുകരിച്ചുകൂടാ അല്ലേ. ക്രിസ്തീയ വ്യക്തിത്വത്തിൽ വളരണമെങ്കിൽ വിശുദ്ധാത്മാക്കൾ നമ്മൾക്ക് കാണിച്ചു തന്ന യേശുവിനെ അനുകരിക്കുന്ന ആ നല്ല നയം, യേശുവിനെ അനുകരിക്കുന്ന ആ നല്ല മാർഗം നമ്മൾ പിന്തുടരേണ്ടതുണ്ട്. വൈവിധ്യത്തിൻ്റെ മനോഹരമായ ചിത്രങ്ങളാണ് വിശുദ്ധാത്മാക്കൾ നമുക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത്. വിഭിന്നങ്ങളായ ജീവിത സാഹചര്യങ്ങളിൽ കഴിഞ്ഞവരാണ് അവരെല്ലാവരും. ഒരുപാട് വിശുദ്ധാത്മാക്കളുടെ ജീവിതമെടുത്താൽ നമുക്ക് മനസ്സിലാക്കാം. ഏത് ജീവിത മേഖലയിലും വ്യാപിക്കുന്നവർക്കും അടുത്ത് അനുകരിക്കാൻ കഴിയുന്ന രീതിയിലുള്ള വിശുദ്ധാത്മാക്കളെ നമുക്ക് മാതൃകയാക്കാം. ഞാൻ നിങ്ങളോട് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാൻ വേണ്ടി പോവുകയാണ്. നിങ്ങൾക്ക് ബുക്ക് എടുത്ത് അതിന് ഉത്തരം എഴുതാം. ഒരു ചോദ്യം ഇതാണ്: തൊഴിലാളികളുടെ മധ്യസ്ഥൻ ആരാണ്? ആർക്കെങ്കിലും പറയാമോ? മിടുക്കൻ.
വിശുദ്ധ ഔസേ പിതാവ് അല്ലേ. അപ്പോൾ ഔസേ പിതാവ് നമുക്ക് കാണിച്ച മാർഗം എന്താണ്? ഒരു തൊഴിലാളി എങ്ങനെ ആയിരിക്കണമെന്ന് ഔസേ പിതാവ് ഏറ്റവും നല്ല ഒരു മാർഗം നമ്മൾക്ക് കാണിച്ചു തന്നു. ഈശോയെ അനുകരിക്കുകയാണ് ചെയ്തത് അല്ലേ. വിശുദ്ധ ഔസേ പിതാവിൻ്റെ മാതൃക അനുകരിക്കുകയാണെങ്കിൽ യേശുക്രിസ്തുവിനെ അനുകരിക്കുന്നവരായി നമുക്ക് വിശുദ്ധ ജീവിതം നയിക്കാൻ വേണ്ടി സാധിക്കും. പ്രസംഗരുടെ മധ്യസ്ഥനാരാണ്? പല സ്ഥലങ്ങളിലും പ്രസംഗിക്കാൻ പോയ സമയത്ത് എന്നോട് ചോദിച്ചിട്ടുണ്ട് പ്രസംഗരുടെ. ആദ്യം എനിക്ക് അറിയില്ലായിരുന്നു, പിന്നീട് ഞാനത് പഠിച്ചു. ആർക്കെങ്കിലും പറയാമോ? ഇല്ല, ഓർമ്മയില്ല. സാറ് തന്നെ പറയാം. പ്രസംഗങ്ങളുടെ മധ്യസ്ഥൻ വിശുദ്ധ ജോൺ ക്രിസോസ്റ്റം. അൽത്താരപാലന്മാരുടെ മധ്യ, ഇവിടെ കുറെ അൽത്താരപാലന്മാരുണ്ടല്ലോ, പറയാമോ അൽത്താരപാലന്മാരുടെ വിശുദ്ധനാരാണ്? വിശുദ്ധ ജോൺ ബെർക്കുമാൻസ്. അദ്ദേഹം ഒരു അൽത്താരപാലൻ എങ്ങനെയായിരിക്കണമെന്നതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ്. കുട്ടികളുടെ മധ്യസ്ഥൻ ആരാ? അതെല്ലാവർക്കും അറിയാം അല്ലേ. ആരാ? ഡൊമിനിക് സാവിയോ. യുവജനങ്ങളുടെ മധ്യസ്ഥരോ? എല്ലാവരും നല്ല യുവാക്കളാണല്ലോ. പറഞ്ഞേ, യുവജനങ്ങളുടെ മധ്യസ്ഥനായ വിശുദ്ധ ഡോൺ ബോസ്കോ. ഇനിയും മറ്റൊരു തലത്തിലേക്ക് പോയാൽ രാഷ്ട്രീയക്കാരുണ്ട് അല്ലേ. രാഷ്ട്രീയക്കാരുടെ മധ്യസ്ഥനായ ആരാണ്? തോമസ് മൂർ. പരിസ്ഥിതിയുടെ മധ്യസ്ഥനായ വിശുദ്ധ ഫ്രാൻസിസ് അസീസി. സാറിനെ പോലെയുള്ള മതാധ്യാപകരുടെ വിശുദ്ധനാരാണ്? ചാൾസ് ബൊറോമിയോ. കർഷകരുടെ, നിങ്ങളിൽ ഒരുപാട് പേര് കർഷക കുടുംബത്തിലുണ്ടെന്ന് എനിക്കറിയാം. കർഷകരുടെ മധ്യസ്ഥനാരാണ്? കർഷകരുടെ മധ്യസ്ഥനായ വിശുദ്ധ ഇസിദോർ. ഇങ്ങനെയുള്ള വിശുദ്ധന്മാരൊക്കെ നമുക്ക് നൽകുന്ന ഒരു മാതൃകയാണ്. ഇങ്ങനെ എല്ലാ മേഖലകളിലും വിശുദ്ധന്മാരുണ്ട് അല്ലേ. ഇവരൊക്കെ വിശുദ്ധമായ ജീവിതം അവരവരുടെ മേഖലകളിൽ പ്രാവർത്തികമാക്കിയത് കൊണ്ടാണ് വിശുദ്ധന്മാരായി മാറിയത്. അങ്ങനെയാണെങ്കിൽ അവർക്ക് പറ്റുമെങ്കിൽ എന്തുകൊണ്ട് എനിക്ക് നിങ്ങൾക്ക് സാധിച്ചുകൂടാ? ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന, അടിയുറച്ച് വിശ്വസിക്കുന്ന നല്ല വ്യക്തികളായി മാറണമെങ്കിൽ ക്രിസ്തു എങ്ങനെയാണോ ജീവിച്ചത് എന്ന് അറിയണം. ക്രിസ്തുവിൻ്റെ വ്യക്തിത്വം എന്താണെന്ന് അറിയണം. ആ മേഖലകളിൽ, നമ്മളായിരിക്കുന്ന മേഖലകളിൽ ക്രിസ്തു ജീവിച്ചതുപോലെ തന്നെ വിശുദ്ധമായി നമുക്ക് നൽകിയ മാതൃക അനുസരിച്ചുകൊണ്ട് ജീവിക്കാൻ വേണ്ടി നമ്മൾ പഠിക്കണം. അടുത്തതായി നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത് ക്രൈസ്തവൻ മറ്റൊരു ക്രിസ്തു. ഈ പാഠത്തിൻ്റെ ആദ്യം ഞാൻ നിങ്ങളോടൊരു കാര്യം പറഞ്ഞിരുന്നു. നമ്മൾ മറ്റൊരു ക്രിസ്തുവായി ജീവിക്കുമ്പോൾ മാത്രമേ യഥാർത്ഥമായ ക്രിസ്ത്യാനിയായി മാറുന്നുള്ളൂ അല്ലേ. നമ്മളെയൊക്കെ ഒരുപാട് പേർ മാതൃകയാക്കുന്നുണ്ട്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, നിങ്ങൾക്ക് അനിയന്മാരോ അനീതിമാരോ ഒക്കെ ഉണ്ടാകാം നിങ്ങളുടെ കുടുംബങ്ങളിൽ. അവരൊക്കെ മാതൃകയാക്കുന്നത് നമ്മളുടെ ജീവിതമാണ്. നിങ്ങൾ സ്കൂളിലേക്ക് പോകുമ്പോൾ ഒരുപാട് പേര് നമ്മളെ മാതൃകയാക്കുന്നുണ്ടാകാം. നിങ്ങളുടെ വ്യക്തിത്വം പലരും ശ്രദ്ധിക്കുന്നുണ്ടാകാം. ക്രിസ്തുവിൻ്റെ അനുയായിയായ ക്രിസ്ത്യാനി മറ്റൊരു ക്രിസ്തുവായി മാറുമ്പോൾ മാത്രമേ യഥാർത്ഥമായ നമ്മളുടെ വ്യക്തിത്വം അത് മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുവാനും യഥാർത്ഥമായ നമ്മളുടെ വ്യക്തിത്വം എന്താണെന്ന് മറ്റുള്ളവർക്ക് തിരിച്ചറിയാനും സാധിക്കത്തുള്ളൂ. യഥാർത്ഥ ക്രൈസ്തവൻ ശരിയായ അർത്ഥത്തിൽ മറ്റൊരു ക്രിസ്തുവാണ്. എല്ലാ കാലഘട്ടത്തിലും നല്ല വ്യക്തികളുടെ സാന്നിധ്യം സമൂഹത്തിൻ്റെ നന്മയ്ക്ക് എന്നും ആവശ്യമാണ്. ഒരുപാട് നല്ല വ്യക്തികളെ നിങ്ങൾക്കറിയാം. പേരെടുത്ത് പറയാൻ പറ്റുന്ന കുറേ നല്ല വ്യക്തികളെ ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് പറയാൻ വേണ്ടി സാധിക്കും അല്ലേ. ഇവരൊക്കെ സമൂഹത്തിൻ്റെ ഉന്നമനത്തിന് ആവശ്യമാണ്. നല്ല ക്രിസ്തീയ വ്യക്തിത്വമുള്ളവർ സമൂഹത്തിന് ഒരു അനുഗ്രഹമായി മാറും, യാതൊരു സംശയവുമില്ല. മദർ തെരേസയെ പോലെ, വിശുദ്ധന്മാരെ പോലെ, അൽഫോൻസാമ, നമ്മളുടെ ഭരണജ്ഞാനത്തുള്ള അൽഫോൻസാമയെ പോലെ നല്ല വ്യക്തിത്വമുള്ളവർ, നല്ല വ്യക്തികൾ എന്നും നമുക്ക് ഏറ്റവും മനോഹരമായ മാതൃകകളായി മാറും. ഇനിമേൽ ഞാനല്ല, ക്രിസ്തുവാണ് എന്നിൽ ജീവിക്കുന്നതെന്ന് വിശുദ്ധ പൗലോസിനെ പോലെ നമുക്കും പറയാൻ വേണ്ടി സാധിക്കണം. ഇനിമേൽ ഞാനല്ല, ക്രിസ്തുവാണ് എന്നിൽ ജീവിക്കുന്നത്. ഒരുപാട് പ്രവർത്തന മേഖലകളിലേക്ക് നിങ്ങൾ വ്യാപരിക്കുമ്പോൾ, ഒരു പക്ഷേ പഠനവുമായോ അതുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളിലോ പുറം ലോകത്തേക്ക് പോകുന്ന സമയത്ത്, പ്രിയപ്പെട്ട കുട്ടികളെ, എന്നിൽ ജീവിക്കുന്നത് ക്രിസ്തുവാണെന്നും ഞാനൊരു ക്രിസ്തു ശിഷ്യനാണെന്നും മറ്റൊരു ക്രിസ്തുവാണെന്നും മറ്റുള്ളവരെ അറിയിക്കണമെങ്കിൽ, മറ്റുള്ളവരുടെ മുമ്പിൽ പ്രകടമാക്കണമെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ക്രിസ്തു നമുക്ക് കാണിച്ചു തന്നതുപോലെ തന്നെ ക്രിസ്തീയ വ്യക്തിത്വത്തെക്കുറിച്ച് മനസ്സിലാക്കുകയും പഠിക്കുകയും അതുപോലെ പ്രവർത്തിക്കുകയും ചെയ്യുക. നമുക്ക് ഒരു നിമിഷം എണീറ്റ് നിൽക്കാം. ഈ ക്ലാസ്സിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ കണ്ടിരുന്നു. ക്രിസ്തീയ വ്യക്തിത്വത്തിൽ വ്യാപരിക്കുവാൻ, ക്രിസ്തീയ വ്യക്തിത്വത്തിൽ വളരുവാൻ ഞാൻ എന്തൊക്കെ ചെയ്യണം എന്നതിനെക്കുറിച്ച് നമ്മൾ ഇന്ന് കണ്ടു. വ്യക്തിത്വത്തിൻ്റെ വിവിധങ്ങളായ തലങ്ങളെക്കുറിച്ച് കണ്ടു. ഇവയെല്ലാം മനസ്സിലേക്ക് കൊണ്ടുവന്ന് നമുക്ക് ഒരു നിമിഷം ഈശോയോട് പ്രാർത്ഥിക്കാം. ഈശോയെ, ക്രിസ്തീയ വ്യക്തിത്വത്തിൽ വളരാൻ എന്നെ അനുഗ്രഹിക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവരും ഒന്ന് കണ്ണടയ്ക്കാമോ? രക്ഷകരായ യേശുവേ, ക്രിസ്തീയ വ്യക്തിത്വം എന്താണെന്ന് കാണുവാനും അതെൻ്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാനും എന്നെ അനുഗ്രഹിച്ചതിനെ ഓർത്ത് അങ്ങേക്ക് നന്ദി പറയുന്നു. ഈശോയെ, ഞാൻ ആയിരിക്കുന്ന മേഖലകളിൽ അങ്ങയുടെ വ്യക്തിത്വത്തിൻ്റെ സവിശേഷതകൾ പ്രകടമാക്കുവാനും തിന്മകളെ മാറ്റി നന്മകളിലേക്ക് തിരിച്ചു വരുവാനും എൻ്റെ കൂടെയുള്ളവർക്കൊരു മാതൃകയാകുവാനും മറ്റൊരു ക്രിസ്തുവായി മാറുവാനും എന്നെ സഹായിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. നമുക്കിന്നൊരു വചനം പഠിക്കാം.
വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിൽ പറയുന്നത് പോലെ തന്നെ എന്നെ കാണുന്നവൻ പിതാവിനെ കാണുന്നു. നിങ്ങളെ മറ്റുള്ളവർ കാണുമ്പോൾ ദൈവപിതാവിൻ്റെ പ്രിയപുത്രനായ ഈശോ ആണെന്ന് പറയുവാൻ, ഈശോയെ പോലെ നല്ല ചൈതന്യമുള്ള നല്ല വ്യക്തിത്വമുള്ള ഒരു കുട്ടിയായി, ഒരു മിടുക്കനായി, ഒരു മിടുക്കിയായി മറ്റുള്ളവർക്ക് മുൻപിൽ മാറുവാൻ, പ്രിയപ്പെട്ടവരെ, ഈ കാലത്തിന് ശേഷം, കൊറോണയുടെയൊക്കെ കാലം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ നിങ്ങളുടെ ക്ലാസ് റൂമിലേക്കും നിങ്ങളുടെ സ്കൂളുകളിലേക്കൊക്കെ പോകുമ്പോൾ അവൻ ഏറ്റവും മികച്ച ഒരു കുട്ടിയാണ്, നല്ല വ്യക്തിത്വമുള്ള കുട്ടിയാണ്. ഭൗതികമായ രീതിയിലും ശാരീരികമായ രീതിയിലുമൊക്കെ പേഴ്സണാലിറ്റി, വ്യക്തിത്വമുള്ള ഒരു നല്ല കുട്ടിയായിട്ട് മറ്റുള്ളവരുടെ മുമ്പിൽ അവതരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ. ക്രിസ്തീയ വ്യക്തിത്വത്തിൽ വളരുവാൻ നമുക്കെല്ലാവർക്കും സാധിക്കട്ടെ എന്ന് സാർ ആശംസിക്കുകയാണ്. ഇന്ന് നിങ്ങൾ ചെയ്യേണ്ട ഹോംവർക്കും കൂടെ പറയാം. ക്രിസ്തീയ വ്യക്തിത്വത്തിൽ വളരുവാൻ എങ്ങനെ സാധിക്കുമെന്നത് നമ്മൾ ഇന്നത്തെ പാഠത്തിലൂടെ കണ്ടു. ഒരു ക്രിസ്ത്യാനിയായി, നല്ല ക്രിസ്ത്യാനിയായി, മറ്റൊരു ക്രിസ്തുവായി മാറുവാൻ ഞാൻ ചെയ്യേണ്ട 5 കാര്യങ്ങൾ, മറ്റൊരു ക്രിസ്തുവായി മാറുവാൻ ഞാൻ ചെയ്യേണ്ട, നിത്യജീവിതത്തിൽ ചെയ്യേണ്ട 5 കാര്യങ്ങൾ ഏതൊക്കെയാണെന്ന് ബുക്കിൽ എഴുതുക, മനപ്പാഠമാക്കുക. അത് സാറിന് ടീച്ചേഴ്സിനും ഇമെയിൽ അയയ്ക്കുക, വാട്സപ്പിൽ അയയ്ക്കുക. നല്ല മിടുക്കരായ ക്രിസ്ത്യാനികളായി, നല്ല മിടുക്കരായി ക്രിസ്തുവിനെ അനുകരിക്കുന്ന നല്ല വ്യക്തിത്വങ്ങളായി മാറുവാൻ നിങ്ങൾക്ക് ഏവർക്കും സാധിക്കണമേ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. നന്ദി.